ഇരുപത്തിയേഴാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. ടീച്ച് മീ യുവർ വേ, ഓ ലോർഡ്. കർത്താവെ, അവിടുത്തെ വഴി എന്നെ പഠിപ്പിക്കണമേ. വളരെയധികം അർത്ഥമുള്ളതായ ഒരു വാക്യമാണിത്. ദാവീദ് ദൈവത്തോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, കർത്താവെ, അവിടുത്തെ വഴി എന്നെ കാണിച്ചു തരണമേ, എന്നെ പഠിപ്പിക്കണമേ എന്നാണ്. ജീവിതത്തിൽ ഒരുപാട് വഴികൾ നമ്മുടെ മുൻപാകെ പ്രത്യക്ഷപ്പെടാറുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ നാം മുൻപോട്ട് പോകുന്നതിനുള്ളതായ ഒരു വഴി നാം തിരഞ്ഞെടുക്കാറുണ്ട്. ചില കുട്ടികളുടെ സ്വഭാവം നാം നോക്കുമ്പോൾ വളരെയധികം വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. ചിലരെ വളരെ ചെറുപ്പം മുതൽ തന്നെ വളരെ സത്യസന്ധരായിട്ടുള്ള, വളരെ ദയയുള്ള ആളുകളായിരിക്കും. അവരുടെ ചെറുപ്പം മുതൽ തന്നെ അവരുടെ സ്വഭാവത്തിൽ അത് കാണുവാൻ കഴിയും. അവരുടെ കൂട്ടുകാരോട് ഇടപെടുന്ന രീതികൾ നാം നോക്കുമ്പോൾ അവർ വളരെ സത്യസന്ധതയിലും വളരെ സ്നേഹത്തിലും ദയയോടുകൂടിയും മറ്റുള്ളവരോട് ഇടപെടുന്നത് അവരുടെ ചെറുപ്പം മുതൽ തന്നെ കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ അവർ പ്രായമായി വരുന്തോറും മറ്റുള്ളവരെ വളരെയധികം സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ട് മാറും. അവരുടെ ജീവിതത്തിൽ അവർ ഉയർത്തിപ്പിടിക്കുന്നതായ ഒരു തത്വമുണ്ട്. ആ തത്വത്തിനനുസരണമായി അവരുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നു. തങ്ങളുടെ സഹജീവികളെ സ്നേഹിക്കുവാനുള്ളതായ, അവരെ കരുതുവാനുള്ളതായ ഒരു വലിയ പ്രതിബദ്ധത അവരുടെ സ്വഭാവത്തിലുടനീളം കാണുവാൻ സാധിക്കും. മറ്റുള്ളവരെ മാനിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടാകും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്ന, അതിലാവശ്യമായതിനെ സ്വീകരിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടാവും. അങ്ങനെ ധാരാളം കൂട്ടുകാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരുമായിട്ടുള്ള സഹവർത്തിത്വമാണ് നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ വളരെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്ഷമയില്ലാത്ത, മറ്റുള്ളവരെ സ്നേഹിക്കാത്ത, കരുതാത്ത, എപ്പോഴും അക്രമവാസന മാത്രമുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരോടൊന്നും കൂട്ടുകൂടാനായിട്ട് അന്ന് മുതൽ ആഗ്രഹിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ വഴികളെ നാം തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ചെറുപ്പകാലം മുതൽ തന്നെയാണ്. നമ്മുടെ സ്വഭാവം പ്രകടമായി വരുന്ന ആ സമയം മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വഴികൾ നാം തിരഞ്ഞെടുക്കുകയാണ്. സന്തോഷത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുക്കുന്ന ധാരാളം ആളുകളെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാൻ സാധിക്കും. അവരുടെ ചെറുപ്പം മുതൽ തന്നെ അവർ സന്തോഷത്തിനായി ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയുമില്ല. എന്നാൽ ആ സന്തോഷത്തിന് വേണ്ടി
ഏത് വഴി നാം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. സന്തോഷിക്കുവാനും ഉല്ലസിക്കുവാനും വേണ്ടി മോശമായ വഴികൾ തിരഞ്ഞെടുക്കുന്ന ധാരാളം പേരുണ്ട്. മദ്യപിച്ച് സന്തോഷിക്കുന്നവരുണ്ട്. മ്ലേച്ഛമായ കാര്യങ്ങളിലൂടെ പോയി സന്തോഷിക്കുന്നവരുണ്ട്. ലോകത്തിൻ്റെതായ മാർഗങ്ങൾ തിരഞ്ഞെടുത്ത് സന്തോഷിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതേസമയം തന്നെ തങ്ങളുടെ സഹജീവികളെ സ്നേഹിക്കുന്നതിലൂടെ, കരുതുന്നതിലൂടെ, ദൈവത്തെ മാനിക്കുന്നതിലൂടെ, ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ സന്തോഷിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് ദൈവവചനം നമ്മോട് പറയുന്നത്, കർത്താവെ അവിടുത്തെ വഴി എന്നെ കാണിക്കണമേ എന്നാണ്. അവിടുന്ന് എന്നെ പഠിപ്പിക്കണമേ. ഞാൻ പോകേണ്ടുന്നതായ പാത എനിക്ക് അവിടുന്ന് കാണിച്ചു തരണമേ. എനിക്ക് സന്തോഷം ആവശ്യമാണ്, ഉല്ലാസം ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനുവേണ്ടിയുള്ളതായ വഴി അവിടുന്ന് എന്നെ കാണിച്ചു തരണമേ. ദാവീദ് രാജാവ് ഈ കാര്യം വളരെ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ താൻ അപേക്ഷിക്കുകയാണ്. ഇംഗ്ലീഷിൽ നാം കാണുന്നതിന് അല്പം കൂടെ അർത്ഥവ്യാപ്തിയുണ്ട്. കർത്താവെ അവിടുന്ന് എന്നെ പഠിപ്പിക്കണമേ. ഞാൻ പോകേണ്ടുന്നതായ പാത ഏതെന്ന് എന്നെ പഠിപ്പിക്കണമേ. കർത്താവ് പലപ്പോഴും നമ്മെ പഠിപ്പിച്ചു തരുന്നു. നാം പോകേണ്ടുന്നതായ പാത ഏതാണെന്ന് അറിഞ്ഞുകൂടാതെ വരുമ്പോൾ അവിടുന്ന് നമ്മെ പാത പഠിപ്പിച്ചു തരുന്നവനാണ്. ഇത്തരുണത്തിൽ 32-ാം സങ്കീർത്തനം 8-ാം വാക്യം വളരെയധികം ശ്രദ്ധേയമാണ്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഇവിടെ ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നടക്കേണ്ടുന്നതായ വഴി നമുക്ക് കാണിച്ചു തരുന്നവനാണ് വലിയവനായ ദൈവം. പലപ്പോഴും നമുക്ക് പാത ഏതാണെന്നറിയാതെ നാം പ്രയാസപ്പെടുന്നതായ ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. പല വഴികൾ നമ്മുടെ മുൻപാകെ ഉണ്ട്. ഏത് വഴിയിലൂടെ പോകണം എന്നുള്ളതായ സംശയമുണ്ടാകുന്നതായ പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. ഞാൻ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് വടശ്ശേരിക്കരയ്ക്ക് അടുത്തുള്ള ആങ്ങമൂഴി എന്ന് പറയുന്നതായ സ്ഥലത്ത് നിന്ന് വനത്തിലൂടെ കുറേ അധികം സഞ്ചരിക്കുന്നതിനിടയായി തീർന്നു. ലാഹ എന്ന് പറയുന്നതായ സ്ഥലത്തുകൂടെ വടശ്ശേരിക്കരയിലേക്ക് തിരികെ വരുന്നതായ ഒരു റൂട്ടാണിത്. അതിലെ പോയിട്ടുള്ളവർക്കറിയാം, വനപ്രദേശമാണ്. വനം കാണാനുള്ള ആഗ്രഹത്തിലാണ് ആ വഴിയിലൂടെ സഞ്ചരിച്ചത്. തനിയെ ആ വഴി സഞ്ചരിക്കുന്നത് ഒരു പരിധിവരെ സാഹസികമാണ്. കാരണം ഇപ്പോൾ മൃഗങ്ങളൊക്കെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നതായൊരു സമയമാണ്. അതുകൊണ്ട് ഈ വഴിമധ്യത്തിലൊക്കെ ഒരു പക്ഷെങ്കിൽ ആന പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ധൈര്യത്തോടെ ഞാൻ ആ വഴിയിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ ആങ്ങമൂഴിയിൽ നിന്ന് ഈ വനത്തിലേക്ക് പ്രവേശിച്ചു. കുറച്ച് ദൂരം മാത്രമേ കാണുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വനത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, വളരെ ദൂരം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഈ ലാഹയിലേക്ക് ചെല്ലാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വനം ഒക്കെ കണ്ട് സഞ്ചരിച്ച് കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ മറ്റൊരു റോഡിലേക്ക് ചെന്നിറങ്ങുകയാണ്. അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടുന്നത് എന്ന് ഒരു അറിവുമില്ല. അവിടെ സൈൻ ബോർഡുകളൊന്നുമില്ല. വളരെ വലിയ ഒരു വനത്തിൻ്റെ നടുവിലാണ്. അവിടെ നിന്നാണ് ശബരിമലയിലേക്കൊക്കെ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ആ വഴിയിലൂടെ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ആ വഴിയെ സംബന്ധിച്ച് യാതൊരു പരിചയവുമില്ല. ഈ വനമധ്യത്തിൽ ഒരു ജംഗ്ഷനിൽ ഞാൻ ചെന്ന് നിൽക്കുകയാണ്. ഇടത്തേക്കാണോ വലത്തേക്കാണോ പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഒരു മനുഷ്യജീവി പോലും അവിടെ എങ്ങുമില്ല. സൈൻ ബോർഡുകളില്ല. GPS ഓണാക്കി നോക്കിയിട്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കാരണം ഈ വനമധ്യത്തിൽ അതിന് കൃത്യമായ ആക്സസ് ഇല്ല. അതുകൊണ്ട് ഞാൻ വല്ലാതെ വിഷമിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. സൈൻ ബോർഡുകൾ വളരെയധികം പരിമിതമാണ്. ജംഗ്ഷനുകളിൽ നിന്ന് എങ്ങോട്ട് തിരിഞ്ഞാൽ ഏത് സ്ഥലത്ത് ചെല്ലാം എന്നുള്ളതിനെപ്പറ്റി യാതൊരു അറിവും നമുക്ക് ആർക്കുമില്ല. അത് സൈൻ ബോർഡുകൾ വെക്കേണ്ടവർ കൃത്യസമയത്ത് വെക്കുകയില്ല. അതുകൊണ്ട് ഈ വനമധ്യത്തിൽ ഞാൻ ചെന്ന് എവിടേക്കാണ് തിരിയേണ്ടത് എന്നുള്ളത് ഊഹമില്ലാതെ പോയി. കുറേ സമയം അവിടെ നിന്ന് വല്ലാതെ വിഷമിച്ചു. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഞാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ വനത്തിൻ്റെ നടുവിൽ എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ ഞാൻ നിൽക്കുകയാണ്. ഞാൻ പോകേണ്ടുന്നതായ ഈ വഴി ഒന്ന് കാണിച്ചു തരണം. എവിടേക്കാണ് തിരിയേണ്ടുന്നത്, എങ്ങോട്ട് പോകണം എന്നുള്ളത് അവിടുന്ന് എന്നെ കാണിച്ചു തരണം. അങ്ങനെ ദൈവം മനസ്സിൽ തോന്നിച്ചതായ ഒരു വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചു. ഏതായാലും അത് ലാഹയിൽ ചെന്ന് ചേർന്നു. പലപ്പോഴും ജീവിതത്തിൻ്റെ വഴിമധ്യത്തിൽ നാം സംശയം ഉള്ളവരായി തീരാറുണ്ട് തുടർന്നുള്ളതായ പാത ഏതാണെന്നുള്ളതിനെ സംബന്ധിച്ച്.
ഏത് വഴി തിരഞ്ഞെടുക്കണം, ഏത് വഴിയായി പോകണം എന്ന് പലപ്പോഴും നാം സംശയിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ ആ പാത നമുക്ക് കാണിച്ചു തരുന്നത് വലിയവനായ ദൈവമാണ്. പലപ്പോഴും മനുഷ്യർ നമുക്ക് കാണിച്ചു തരുന്നതായ പാതകൾ വളരെ പ്രയാസകരമായ പാതകളും അതിൻ്റെ അവസാനം സങ്കടകരമായ അനുഭവങ്ങളുമായിരിക്കാം. ഒരുപാട് വഴികൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ സന്തോഷത്തിന് വേണ്ടി, ഉല്ലാസത്തിന് വേണ്ടി മദ്യവും മയക്കുമരുന്നും ഒക്കെ സ്വീകരിക്കുന്ന ഒരു യുവതലമുറയുടെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ പഴയ കാലം പോലെയല്ല. ചെറുപ്പക്കാരായിട്ടുള്ള മിക്ക ആളുകളും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ്. മദ്യവിൽപ്പനശാലകളുടെ മുൻപാകെ നിൽക്കുന്ന നീണ്ട ക്യൂവിൽ നോക്കുമ്പോൾ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ധാരാളം അതിൽ നിൽക്കുന്നത്. കുട്ടികൾ പോലും അതിൽ ഇടം പിടിച്ചിരിക്കുന്നു. മദ്യവും മയക്കുമരുന്നും ഇന്ന് സർവ്വസാധാരണമായി കുട്ടികളുടെ ഇടയിൽ പോലും വ്യാപിച്ചിരിക്കുന്നതായ ഒരു സമയമാണ്. ഓരോരുത്തർ ജീവിതത്തിന് വേണ്ടി വഴികൾ തിരഞ്ഞെടുക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഉല്ലാസത്തിനു വേണ്ടി എന്തെല്ലാം വഴികളാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ദാവീദ് രാജാവ് പറയുകയാണ്, കർത്താവേ, അവിടുത്തെ വഴി എന്നെ കാണിക്കണമേ, അവിടുന്ന് എന്നെ പഠിപ്പിക്കണമേ. ഇന്നത്തെ ദിവസം നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ നടക്കേണ്ടതായ പാത അവിടുന്ന് എന്നെ പഠിപ്പിക്കണമേ, അവിടുന്ന് എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ ഏത് പാതയിലൂടെ പോകണമെന്നുള്ളത് അവിടുന്ന് എന്നെ കാണിച്ചു തരണമേ. കർത്താവെ, അവിടുത്തെ വചനത്തിനനുസരണമായി അവിടുന്ന് കാണിച്ചു തരുന്നതായ പാതയിലൂടെ സഞ്ചരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവിടുന്ന് ഇന്നെന്നെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇന്നെൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഞാൻ പോകുന്നതായ പാതയിലുള്ളതായ അപകടങ്ങൾ, അനർത്ഥങ്ങൾ അതെല്ലാം മാറ്റിത്തരണമേ. ജീവിതത്തിൻ്റെ പാതയിലുള്ളതായ അനർത്ഥങ്ങളെ നീക്കിത്തരണമേ, ശാപങ്ങളെ മാറ്റിത്തരണമേ, അനുഗ്രഹത്തിലേക്ക് നയിക്കണമേ. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സദാ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. പലപ്പോഴും ഞങ്ങളുടെ പാത തിരഞ്ഞെടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല കർത്താവെ. എന്നാൽ അവിടുന്ന് ഞങ്ങളെ കാണിച്ചു തരണമേ. ഞങ്ങൾ പോകേണ്ടുന്നതായ പാത ഏതെന്ന് കാണിച്ചു തരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അപ്രാപ്തരാണ് കർത്താവെ, കഴിവില്ലാത്തവരാണ്, ഞങ്ങളൊന്നും അറിയാൻ പാടില്ലാത്തവരാണ്. എന്നാൽ അവിടുന്ന് ഞങ്ങളെ കാണിച്ചു തന്ന് ഞങ്ങൾ പോകേണ്ടതായ പാത അവിടുന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, അവിടുന്ന് കാണിച്ചു തരുന്നതായ പാതയിലൂടെ സഞ്ചരിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ആ പാതയിൽ കടന്നു വരാവുന്ന അനർത്ഥങ്ങളെയും ആപത്തുകളെയും എല്ലാം അവിടുന്ന് നീക്കി തന്ന് ഞങ്ങളെ സഹായിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നതായ പാതകൾ പലപ്പോഴും സങ്കടകരങ്ങളാണല്ലോ കർത്താവെ. എന്നാൽ ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകേണ്ടതായ പാത അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നാട്ടെ. ഞങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മുൻപോട്ട് നയിക്കണം എന്ന് അവിടുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാട്ടെ. അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചാട്ടെ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.